2026 ഫെബ്രുവരിയിൽ ഇന്ത്യൻ കാർ വിപണിയിൽ എക്സ്യുവികൾക്ക് വൻ കുതിപ്പ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 13.48% വർധനവോടെ 2.36 ലക്ഷം യൂണിറ്റുകൾ വിറ്റഴിച്ചു. മാരുതി സുസുക്കി, മഹീന്ദ്ര, ഹുണ്ടായി തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകൾ മികച്ച വിൽപ്പന വളർച്ച നേടിയപ്പോൾ ചില ബ്രാൻഡുകൾക്ക് ഇടിവും നേരിട്ടു. ഓട്ടോ ഇൻഡസ്ട്രി ബോഡിയായ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽസ് മാനുഫാക്ചറേഴ്സ് ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. 2025 ഫെബ്രുവരിയിൽ 2.08 ലക്ഷം എസ്യുവികൾ വിറ്റഴിച്ചപ്പോൾ ഈ വർഷം ഡിമാൻഡിൽ കുത്തനെ വർധനവുണ്ടായി. ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ എസ്യുവികൾക്ക് അതിവേഗം പ്രചാരം വർദ്ധിച്ചു വരികയാണ്. ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്, കരുത്തുറ്റ രൂപഭംഗി, മെച്ചപ്പെട്ട റോഡ് സാന്നിധ്യം എന്നിവയാണ് ഹാച്ച്ബാക്കുകളെയോ സെഡാനുകളെയോ മറികടക്കാൻ എസ്യുവികളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മാരുതി സുസുക്കി, ബ്രസ്സ, ഹുണ്ടായി ക്രെറ്റ, ടാറ്റ നെക്സോൺ തുടങ്ങിയ വാഹനങ്ങൾ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന 10 കാറുകളിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി 2026 ഫെബ്രുവരിയിൽ 72,756 എസ്യുവികൾ വിറ്റു. കഴിഞ്ഞ വർഷം വിറ്റ 65,033 യൂണിറ്റുകളെ അപേക്ഷിച്ച് 11.87% വർധന. എസ്യുവി വിഭാഗത്തിൽ ശക്തമായ സാന്നിധ്യമുള്ള മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫെബ്രുവരിയിൽ 60,018 യൂണിറ്റുകൾ വിറ്റു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 19.46% വളർച്ച. ദക്ഷിണ കൊറിയൻ കമ്പനിയായ ഹുണ്ടായി മോട്ടോർ കമ്പനി 2026 ഫെബ്രുവരിയിൽ 35,539 എസ്യുവികൾ വിറ്റു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 1.1% വർധനവാണിത്. കിയ ആവട്ടെ 27,610 യൂണിറ്റ് എസ്യുവികൾ വിറ്റഴിച്ചു. കമ്പനിയുടെ വിൽപ്പന 10.32% വളർച്ച രേഖപ്പെടുത്തി. ജാപ്പനീസ് കമ്പനിയായ ടൊയോട്ട 27,319 യൂണിറ്റുകളുടെ വിൽപ്പനയോടെ 26,077% വളർച്ച രേഖപ്പെടുത്തി. 2026 ഫെബ്രുവരിയിൽ ചില ചെറുകിട കമ്പനികളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഫോഴ്സ് മോട്ടോഴ്സ് വിൽപ്പനയിൽ 349% ശക്തമായ വർധന രേഖപ്പെടുത്തി. സിട്രോൺ 254% വർധനവ് കൈവരിച്ചു. അതേസമയം റെനോ 39% വർധന രേഖപ്പെടുത്തി. ചില ബ്രാൻഡുകളുടെ വിൽപ്പനയിലും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീപ്പ് 217 യൂണിറ്റുകൾ വിറ്റപ്പോൾ ഇസൂസു 38 യൂണിറ്റുകൾ മാത്രമാണ് വിറ്റത്. MG മോട്ടോഴ്സ് 1,315 യൂണിറ്റുകൾ വിറ്റപ്പോൾ ഫോക്സ് വാഗൺ 835 യൂണിറ്റുകൾ വിറ്റു. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.